മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് പഠിക്കാത്തവരല്ല ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകള്, ഇത് പഠിക്കാത്തവരല്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകള്. ഈ സാധുക്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത് ഇവരൊന്നും കിതാബ് തിരിയാത്തവരും കിതാബ് പഠിക്കാത്തവരും. ഞാനൊക്കെ ജംഇയ്യത്തുൽ ഉലമയിൽ വളരെ അതിൻ്റെ ഒരു പ്രവർത്തകനാകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സാധാരണ പ്രവർത്തകനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ. ജംഇയ്യത്തുൽ ഉലമയിലൊന്നും ആ ഒരു സ്ഥാനം വഹിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ചെറിയ പ്രവർത്തകനാണ് ഞാൻ. ഈ എളിയവൻ, ഈ മുജാഹിദ് പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവ് കുറഞ്ഞ എന്റെ മുന്നിൽ നിൽക്കൂല നിങ്ങൾ, പിന്നല്ലേ ബാക്കിയുള്ളവരുടെ മുന്നിൽ, ഈ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല എന്ന് ആധികാരികമായി തെളിയിക്കാൻ കഴിയും. അത് അഹങ്കാരമല്ല, തെളിവിടുണ്ട് എന്നുള്ള ശക്തിയാ. ഖുർആന്റെ ആയത്ത് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന ബലമാണ്, ഹദീസ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന ബലമാണ്. അല്ലാതെ ഞങ്ങളുടെ അഹങ്കാരമല്ല, നിങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്ന ഉറച്ച ബോധവും ഇവിടെ ആയത്തും ഹദീസും ഉണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസവും അതുകൊണ്ടാണ് പറയുന്നത് തെളിയില്ല. അതുകൊണ്ടാ വാദപ്രതിവാദം നടത്താൻ പറഞ്ഞു. അന്നിവിടെ എറണാകുളത്തല്ലേ നടന്നത് വാദപ്രതിവാദത്തിന് ആദ്യത്തെ ബഹളം അല്ലേ? അന്നെന്താ പറഞ്ഞത്? ഷെയ്ഖ് ഈദാൻ കത്തയച്ചിട്ടുണ്ട്, സംവാദം നിർത്തിവെക്കണം. അങ്ങനെ സംവാദം നിർത്തിവെച്ചു. എന്താ? ഭിന്നിപ്പുണ്ടാവും, അതുകൊണ്ടാണ്. ശരി, അത് കഴിഞ്ഞ് നോക്കുമ്പോഴോ നാട് നീളം നടന്ന് ഭിന്നിപ്പിച്ചു ഇല്ലേ? ജില്ലാടിസ്ഥാനത്തിൽ മൂപ്പര് നടന്ന് ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പുണ്ടാകും വാദപ്രതിവാദം നടത്തിയാന്ന് പറഞ്ഞ് വാദപ്രതിവാദം മുടക്കിയവര് ഓരോ ജില്ലകളോളം നടന്നിട്ട് ഭിന്നിപ്പിച്ചില്ലേ? ശരി, ഇപ്പൊ എന്തായാലും ഭിന്നിപ്പ് നടന്നല്ലോ, ഇനി വാദപ്രതിവാദം നടത്തിക്കൂടെ? ഭിന്നിക്കുന്ന പേടി വേണ്ടല്ലോ, ഇനി വാദപ്രതിവാദം നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടുന്ന് വാദപ്രതിവാദത്തിനില്ല, ഞാൻ സൗദിയിൽ നിന്നേ വാദപ്രതിവാദത്തിനുള്ളൂ. അവിടെ അറബി ഷെയ്ഖിന്റെ മുന്നിൽ നിന്നേ വാദപ്രതിവാദത്തിനുള്ളൂ എന്നാ മൂപ്പരുടെ രണ്ടാമത്തെ വെല്ലുവിളി സ്വീകരിച്ച് പറഞ്ഞത്. സൗദിയിൽ വെച്ചാണെങ്കിൽ വാദപ്രതിവാദത്തിനുണ്ട് എന്നാ. അപ്പോൾ ഈ സാധു വിചാരിച്ച നമ്മൾ തയ്യാറാവൂലാതാ. സൗദി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ തയ്യാറാവില്ല. കാര്യം ഈ കേക്കട കൗമെന്ത് വിചാരിക്കൂ, സൗദിയിലുള്ള പണ്ഡിതന്മാരൊക്കെ ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ല എന്ന് പറയണ ഈ വാദമുള്ളവരാണ് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാ. മാന്യ സഹോദരങ്ങളിൽ ജമാഅത്തുകാർ നടത്തിയ അടവാ കേരളത്തില്. ജമാഅത്തുകാർ വാദപ്രവത്തിന് കിട്ടുമോ? ഇല്ല. അവർ പറയും ഇവിടുന്ന് ഞങ്ങൾ വാദപ്രവത്തിനില്ല, ഹാക്കിമിയത്ത് ചർച്ച സൗദിന്ന്, അവിടുന്ന് ഉള്ളൂ ഉദാഹരണം, അല്ലെങ്കിൽ ഖത്തറിന്ന്. ഞങ്ങൾ പറയാണ് ഓരോ സ്ഥലത്തും, കുവൈറ്റിൽ ഒന്ന്, അതുപോലെ തന്നെ സൗദിയിൽ വേറൊന്ന്, ദുബൈയിൽ വേറൊന്ന്, നടന്ന് ഓരോ ഗൾഫ് കൺട്രീസിലും വാദപ്രവത്തിനുണ്ടോ? ഇവരെന്താ വിചാരിച്ചത്? നടന്ന് വാദപ്രതിവാദം ഓരോ ഗൾഫ് കൺട്രീസിലും ഇങ്ങനെ പോവാ, ഓരോടത്തും ചെല്ലുക, എന്നിട്ട് വാദപ്രതിവാദം നടത്തുക. അവസാനം ഞാൻ പറഞ്ഞു സൗദിയിൽ, ശരി എങ്കിൽ സൗദിയിൽ ചിലവ് നിങ്ങൾ വഹിക്കുന്നാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് സൗദിയിൽ വാദപ്രതിവാദത്തിന് റെഡി. പുളിക്കൽ വെച്ച് പറഞ്ഞു ഔദ്യോഗികമായി, അതല്ലാത്ത സ്ഥലത്തും വെച്ച് പറഞ്ഞു, ശരി നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ തയ്യാർ, വാദപ്രതിവാദത്തിന് തയ്യാർ എന്ന് പറഞ്ഞപ്പോ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പുളിക്കൽ വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ആരാടാന്ന് എന്നോട് ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എന്താ, ഞാൻ വെല്ലുവിളിക്കുമ്പോൾ നീ എന്തിനാ ഏറ്റെടുക്കണത്? എന്ത് കഷ്ടാണ്. മൂപ്പർ പറയാ, ഞാൻ വെല്ലുവിളിച്ച ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുത്താൽ നീ ഏറ്റെടുക്കണ്ട കണ്ടോ. അന എര വേണ്ടേ? ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ട എര. ഒരാളിങ്ങനെ വാദപ്രവത്തിന് വെല്ലുവിളിക്കുമ്പോൾ ജംഇയ്യത്തുൽ ഉലമ അങ്ങ് ഏറ്റെടുക്കലാ ആണാ? അല്ല. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ ചെറിയ ആൾക്കാർ മതി, ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ പറയാം സൗദി നീ ആരടാന്ന് എന്നോട്. ഞാൻ ആരുമല്ലേ, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചെറിയൊരു പ്രവർത്തകരാ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാന്ന് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഖുർആൻ്റെ ആയത്തുണ്ട്, ഹദീസ് ഉണ്ട്.